1844 ജനുവരി 7 ലൂർദിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ പിറന്ന ബെർണദീത്ത അതീവ ദാരിദ്ര്യത്തിലും നിരക്ഷരതയിലും രോഗത്തിലും ബാല്യകാലം തള്ളി നീക്കിയ ഒരു നിഷ്കളങ്ക പെൺകുട്ടിയായിരുന്നു. 1858 ഫെബ്രുവരി 11 തന്റെ 14-ാം വയസ്സിൽ വിറകു ശേഖരിക്കാൻ കൂട്ടുകാരിക്കൊപ്പം ഗെയിൽ നദിയുടെ തീരത്തെത്തിയ ബെർണദീത്തയ്ക്കു മുൻപിൽ ജപമാല കൈകളിലേന്തി സ്വർഗീയ കാന്തി പ്രസരിപ്പിച്ച് അതീവ സുന്ദരിയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. സ്വർഗീയ സ്ത്രീയുടെ പ്രത്യക്ഷീകരണങ്ങൾ ജൂലൈ 16 വരെ 18 പ്രാവശ്യം ആവർത്തിച്ചു. താൻ അമലോത്ഭവയാണെന്ന് സ്വയം വെളിപ്പെടുത്തിയ ആ സ്ത്രീ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമാണെന്ന് കാലാന്തരത്തിൽ സഭ അംഗീകരിച്ചു. പരിശുദ്ധയമ്മയുടെ പ്രത്യേക ഇടപെടലിൽ ലൂർദിൽ അത്ഭുതോർവ പൊട്ടിപ്പുറപ്പെടുകയും അത് അനേകർക്ക് രോഗശാന്തി പ്രദാനം ചെയ്യുകയും ചെയ്തു. ബെർണദീത്തയാകട്ടെ പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുക എന്ന അമ്മയുടെ സന്ദേശങ്ങൾ അനുസരിച്ച് 1866 നെവേഴ്സിലുള്ള സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി സന്യാസിനി സഭയിൽ ചേർന്നു. അതീവ എളിമയുടെയും പ്രാർത്ഥനയുടെയും ദൈവത്തോടുള്ള വിശ്വസ്തതയുടെയും വിളനിലമായിരുന്ന അവൾ 35-ാം വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു. ദൈവിക വിശുദ്ധിയുടെയും നിർമ്മലതയുടെയും അടയാളമായി 1909 പുറത്തെടുത്ത അവളുടെ ഭൗതിക ശരീരം അഴുകാത്ത നിലയിൽ കണ്ടെത്തുകയും ഇന്നും ആ പുണ്യ ശരീരം വിശ്വാസികൾക്ക് അത്ഭുത വണക്കത്തിനായി നിലനിൽക്കുകയും ചെയ്യുന്നു.